ഇനിയൊന്നു പാടൂ ഹൃദയമേ, നിൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നിലാവിൻ പുടവ ചുറ്റി ഇൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ആർട്ടിസ്റ്റുകൾക്ക് രണ്ട് കൊമ്പ് മുളയ്ക്കും ഇങ്ങനെ, ഞാൻ ഭയങ്കര അത് മുളയ്ക്കും, കാല് ഭൂമിയിൽ നിന്ന് പൊങ്ങും. നമ്മളിവിടെ മസ്റ്റല്ല. മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നടി ഇൻഡസ്ട്രിക്ക് മസ്റ്റേ അല്ല. എന്നെ അഭിനയിപ്പിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. അതിൻ്റെ ആവശ്യം എനിക്ക് മാത്രമാണ്. നമ്മളോട് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ടോ? ഇവര് പറയണത് എടുത്തു കളഞ്ഞു നടന്നോ പൊക്കോളാനാ പറയണേ. അങ്ങനെയല്ല, നമ്മുടെ ബോഡി നിന്ന് പോയി. നമുക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്ത്. ജീവിതത്തിലെ പല തീരുമാനങ്ങളും പല പല ഘട്ടത്തിലും നമുക്ക് പലരെയും ഒഴിവാക്കണം. അങ്ങനത്തെ തീരുമാനങ്ങൾ ചേച്ചിയുടെ മാത്രമായിരിക്കും ജീവിതത്തിൽ? ഒരു ചൊല്ലുണ്ട്, കൂടെ കിടക്കണവനെ രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതെ, അപകടകരമായ കാര്യങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നടക്കുന്നുണ്ട്. ശിഥിലാവണമെങ്കിൽ അവിടെ നിന്നൊക്കെ അങ്ങ് ശിഥിലമായിക്കോളും. ദിവസത്തിൽ അരമണിക്കൂർ കാണിക്കുന്ന ഈ സീരിയലിൽ നിന്ന് എന്തായാലും ശിഥിലമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും വായിച്ചിട്ട് നന്നാവാത്ത മനുഷ്യന് ഇനി നമ്മൾ സീരിയൽ ചെയ്ത് നന്നാക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. സത്യമാണ്. ഇത്രയും വർഷത്തെ കരിയറിൽ എന്താണ്? കരിയർ വൈസ് ആണെങ്കിൽ ഞാൻ നടി എന്ന നിലയിൽ എൻ്റെ ജോലി അതാണല്ലോ. എനിക്ക് തോന്നിച്ചത് എന്താണെന്നറിയോ, ആർട്ടിസ്റ്റുകൾക്ക് രണ്ട് കൊമ്പ് മുളയ്ക്കും ഇങ്ങനെ, ഞാൻ ഭയങ്കര അത് മുളയ്ക്കും, കാല് ഭൂമിയിൽ നിന്ന് പൊങ്ങും. കാരണം നമ്മൾ സൂപ്പറാന്ന് പറയാനാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയും. നമ്മളെ കാണുമ്പോൾ സെൽഫി എടുത്തോട്ടെ, നമ്മൾ സൂപ്പറാണ്, മറ്റേയോ എന്തൊരു രസമാണ് എന്നൊക്കെ പറയും. അത് അവരുടെ നല്ല മനസ്സുകൊണ്ട് നമ്മളോട് പറയുന്ന. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ ഭയങ്കര സംഭവമായെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി അങ്ങ് പൊങ്ങുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഭൂമിയിൽ കാല് ചവിട്ടണം. എന്താണെന്നറിയാമോ, നമ്മളിവിടെ മസ്റ്റല്ല. മഞ്ജു പത്രോസ് എന്ന് പറയുന്ന നടി ഇൻഡസ്ട്രിക്ക് മസ്റ്റേ അല്ല. മഞ്ജു പത്രോസ് പോയാൽ വേറൊരു മഞ്ജു പത്രോസ് വരും. അതുകൊണ്ട് എനിക്ക് മാത്രമാണ് ഈ തൊഴിൽ വേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഡയറക്ടർക്കോ എന്നെ അഭിനയിപ്പിച്ചിട്ട്, ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നു, എന്നെ അഭിനയിപ്പിച്ചിട്ട് അവർക്കൊന്നും കിട്ടാനില്ല. അതിൻ്റെ ആവശ്യം എനിക്ക് മാത്രമാണ്. നമ്മളിവിടുത്തെ കൂലിപ്പണിക്കാരാണ്. അതെപ്പോഴും ചിന്തിച്ചോളണം. എനിക്കതാ മനസ്സിലായത്. അഭിനയിക്കാൻ വരുന്നോ, അഭിനയിച്ചിട്ട് പൊക്കോണം. അല്ലാതെ അവിടുത്തെ മറ്റേ എന്താ അങ്ങനെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അഭിനയിക്കാൻ വരുന്നു, എനിക്ക് അഭിനയിക്കാൻ അവിടെ ചെല്ലണതിന് വണ്ടി വിട്ടു തരും ഇല്ലേ, തിരിച്ചെന്നെ കൊണ്ടുവന്നാക്കും. ഉച്ചയ്ക്ക് ഫുഡ് അവിടെ, ഡബ്ബിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടീ തരണം, സ്റ്റേ തരണം. ഇത് ഏത് തൊഴിലിനുണ്ട് ഇത്രയും കാര്യങ്ങൾ? ഒരു അധ്യാപികയ്ക്കുണ്ടോ? ഒരു ഡോക്ടറിനുണ്ടോ? ഏതെങ്കിലും തൊഴിലിടത്തിലുണ്ടോ? നമ്മൾ നമ്മുടെ കയ്യിലുള്ള കാശ് മുടക്കി അവിടെ പോയി ജോലി ചെയ്ത് മാസാവസാനം ശമ്പളം മേടിക്കും. വീട്ടിൽ നിന്ന് ചോറ് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകും. ഇത്രയും സൗകര്യം കിട്ടുന്ന ഒരു തൊഴിൽ മേഖല വേറെയില്ല അല്ലേ? എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറ്റം പറയേണ്ട കാര്യം എന്താ? എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ഭയങ്കര ലക്കിയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് അഭിനയിക്കാൻ പറ്റുന്നതിൽ. കാരണം എനിക്ക് വേറെ ഒരു ചിലവുമില്ല. എന്നിട്ട് അവിടെ കിടന്ന് അഹങ്കാരം കാണിക്കും. അപ്പോൾ അവർ പറയും വീട്ടിൽ പോയിരുന്നോളാൻ പറയും, നമ്മുടെ പണി പോകും. അങ്ങനെ നമ്മൾ പണി കളയരുത്. ഇത് നമ്മുടെ ഭാഗ്യമാണ്. ഇവിടെ ഇരുന്ന് ഈ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അതില്ലാതാക്കരുത്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ, എന്തുവാ ഇത് ഇങ്ങനെ തരുന്നത്, 10-15 കൂട്ടം കറി ഉണ്ടാവും. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളതിനെ നിന്ദിക്കൂല, അത് തന്നെ എടുത്ത് കഴിക്കും. അല്ലാതെ അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ പറയില്ല. അപ്പം അങ്ങനെ ചെയ്യരുത്, നിന്ദിക്കരുത്. നമുക്കാണിത് ഇവിടെ ആവശ്യം. ഇത് ആവശ്യമില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതുകൊണ്ട് ആവശ്യം നമുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പോയ ഇവിടെ വേറൊരാൾ വന്നിരിക്കും. ഇവിടെ ഇൻഡസ്ട്രി ഒന്നും പോവില്ല. ഞാൻ പഠിച്ച പാഠം അതാണ്. അതുപോലെ എനിക്കൊന്ന് പലരും, അപ്പം നമുക്ക് സൗഹൃദമുള്ള പലരുടെ കൂടെ മഞ്ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ആരെയും ഈ പറഞ്ഞത് എനിക്ക് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ആരെയും ഇങ്ങനെ വെറുപ്പിക്കില്ല. അതുപോലെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ, എത്ര ആത്മാർത്ഥയോട് ചെയ്യും എന്ന് എനിക്കറിയാം. ചേച്ചിയുടെ വർക്ക് ചെയ്തിട്ടുള്ള പല ഇപ്പോൾ സീരിയലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻമാർ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഭയങ്കര നല്ലതായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആപ്പച്ചൻ്റെ അമ്മച്ചിയും പറഞ്ഞാണോ ചേച്ചി എപ്പോഴും ശ്രദ്ധിക്കാറ്? അതെന്താണെന്നറിയാമോ,
എൻ്റെ പാരൻസ് ഒന്നും അങ്ങനെ ഭയങ്കര ഹൈഫൈ അല്ലല്ലോ. എൻ്റെ പപ്പയും അമ്മച്ചി എവിടെയെങ്കിലും പോയാൽ അവരൊരു സ്ഥലത്ത് മാറ്റി നിർത്തുമെന്ന് ചിന്തിക്കാനേ എനിക്ക് വയ്യ. എൻ്റെ മകൻ നാളെ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. അവനെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അവൻ ഇങ്ങനൊരു തൊഴിലിടത്തിലാണ് പോകണമെങ്കിൽ അവൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞ് എനിക്ക് സഹിക്കുമോ? ഞാൻ അതാ ചിന്തിക്കണേ. അയ്യോ, എൻ്റെ അമ്മച്ചിയോ പപ്പയാണെങ്കിലും അവിടെ വന്ന് നിൽക്കുന്നത് അവരോടാണ് അങ്ങനെ, അവരോട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് മാറിക്കുന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ഒരാളാണ് അവിടെ നിൽക്കണമെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ പെരുമാറൂലല്ലോ. അത്രയും ഞാൻ ചിന്തിക്കുള്ളൂ. കാരണം പലരും ഈ പ്രത്യേകിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ പല ക്യാമറമാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്, ഭയങ്കര കാര്യമായിട്ടാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞു. അതുപോലെ വരുന്നത്, വർക്കിനോടുള്ള ആത്മാർത്ഥത, അതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവാണ് എനിക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം അതൊരു ഭയങ്കര നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കേട്ട കാര്യം പറയണമല്ലോ. അങ്ങനെ തന്നെ ഭയങ്കര. അതുപോലെ തന്നെ അടുത്തിടെ ചേച്ചി പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലുണ്ടായിരുന്നു, ഹോർമോൺ ഇല്ല ഇംബാലൻസ് കൊണ്ട്. അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ പലരും മടിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്ന് പുറത്തേക്ക് വന്ന് പറയാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാം എന്ന് തീരുമാനിച്ചത്? തീരുമാനിച്ചെന്താണെന്നറിയോ? എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഒരു സമയത്ത്. എൻ്റെ അമ്മച്ചിയുടെ യൂട്രസും ഓവറി റിമൂവ് ചെയ്തതാ. അപ്പം ഞങ്ങൾ വിചാരിക്കും അമ്മച്ചിക്ക് വട്ടാന്നാ. അയ്യോ, എന്തിനെങ്കിലും ദേഷ്യപ്പെടും, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ദേഷ്യപ്പെടും. പിന്നെ എൻ്റെ അമ്മച്ചി ആയതുകൊണ്ട് ഞാൻ എന്തും അറിയത്തെന്നൊക്കെ പോയി ഇടൊക്കെ കിട്ടും. അപ്പം ഇരുന്ന് ചിരിക്കും. പക്ഷെ അത് ഈ മൂഡ് സ്വിങ്സ് വരുന്നത് ഇതുകൊണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴും എനിക്കത് മനസ്സിലായത്. എൻ്റെ അമ്മച്ചി ഒന്നും ഒരു സപ്ലിമെൻറ്റ്സ് ഒന്നും എടുത്തില്ല. ഈ പറയുന്ന ഇവിടെ ഇതൊക്കെ ഈ ഭയങ്കര കച്ചവടം ഇവിടെ നടക്കുന്നത്. ഞാൻ ഓർത്തു ഞാൻ ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് എൻ്റെ സർജറി കഴിഞ്ഞതെന്നാണ്. പക്ഷേ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇതിന് ആഫ്റ്റർ കെയർ വേണമെന്നൊന്നും എന്നോട് ആരും പറഞ്ഞില്ല. സർജറി ചെയ്യാനായിട്ട് ഭയങ്കര തിടുക്കമായിരുന്നു. പക്ഷെ അതിന് ശേഷം എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ്, പീരിയഡ്സ് ഇല്ല, എന്തൊരു സുഖമായിട്ട് നടക്കാം നമുക്ക്. പക്ഷെ അതായിരുന്നു എൻ്റെ ബലം എന്നുള്ളത് ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഇത് കളയരുത്, ഇത് ക്യൂറബിളാണ്, മരുന്നുകൊണ്ട് മാറുമെങ്കിലും മാറ്റി കളയണം. കാരണം അതിന് ശേഷം അനുഭവിക്കുന്നതുണ്ടല്ലോ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് വേർക്കുന്നതാണല്ലോ, എൻ്റെ ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുവാണ്. ഇതുകൊണ്ടാണ് ഞാൻ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് പോലും എനിക്ക് എൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്കിത് ഹൊറിബിളാണ്. അപ്പോൾ ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ള സ്ത്രീകൾ ഇങ്ങനെ മണ്ടത്തരത്തിൽ പോയി ചാടരുത്. ഇനി അപ്പോൾ അഥവാ ഇനി ഇത് റിമൂവ് ചെയ്താലും ഇതിന് ആഫ്റ്റർ കെയർ ചെയ്യണം, എൻഡോക്രൈനോളജിസ്റ്റിനെ പോയി കാണണം, ഇതിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പറ്റില്ല. നമ്മളോട് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ടോ? ഇവര് പറയണത് എടുത്തു കളഞ്ഞു നടന്നോ പൊക്കോളാനാ പറയണേ. അങ്ങനെയല്ല, നമ്മുടെ ബോഡി നിന്ന് പോയി. നമുക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്ത്. എനിക്ക് ചുറ്റും എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വഴി കൂടി ആരെങ്കിലും നടന്നു പോകണാണ്ടാലും ഇരുന്ന് കരയുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം രാത്രി എനിക്ക് എന്തിനാണെന്നറിയില്ല സങ്കടം വരിക. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ഈ ജനലിൻ്റെ കമ്പിയിൽ പിടിച്ചിരുന്ന് കരയുവാണ്. എന്തിനാന്ന് എനിക്ക് അറിയില്ല. മഴക്കാറ് കണ്ട ആദ്യം വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും നമ്മൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നതെന്ന്. നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നത് ഹോർമോൺസ് കൊണ്ടാണ്. അതെ 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 അതെ. നമ്മുടെ ബെഡിൽ പോലും നമുക്ക് ഹോർമോൺ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, സത്യമാണത്. അതൊന്നും ഇവിടെ ആർക്കും അറിയില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ചേച്ചി പറഞ്ഞു ചിലപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാര് ദേഷ്യപ്പെടുന്ന എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊന്നും ഇതായിരുന്നു. എൻ്റെ അമ്മച്ചിയൊക്കെ ദേഷ്യപ്പെടുന്നത് ഇതാ. ഞാൻ എപ്പോഴും എൻ്റെ അമ്മച്ചിയൊന്നും ഒരു സപ്ലിമെൻറ്റും എടുത്തില്ലല്ലോ. അമ്മച്ചി എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടേ അയ്യോ എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂടെടുക്കണ കണ്ടിട്ടുണ്ട്. പാവം അവർ എത്ര. ഇപ്പം പിന്നെ മെനപ്പോസിൻ്റെ ഒക്കെ ടൈമായി, ഇപ്പം അതുമായിട്ട് ബോഡി അഡാപ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് അമ്മച്ചിക്കൊക്കെ എന്ത് ചൂടായിരുന്നിരിക്കും. എനിക്ക് ഫാൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. ഇത് ഇനിയുള്ള ആൾക്കാരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ ആ തുറന്നു കുറച്ചുകൾ, അതായത് പ്രത്യേകിച്ച് നിങ്ങളെ പോലെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്തു നോക്കണം. ഒരു 90% ആൾക്കാരും അയ്യോ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ഇപ്പം തന്നെ പോകും, ഡോക്ടറെ കാണാൻ പോകുമെന്ന് പറയുന്നവരാണ് അതിനകത്ത് 90% സ്ത്രീകളും. ആര് പറയൂ ഇത്? അതെ, ഒരാളും പറയുന്നില്ല. മുറിച്ചെടുത്ത് മാറ്റാനായിട്ട് എല്ലാവരും ഉണ്ട്. കാരണം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കിട്ടുമല്ലേ. അതിന്ന് പിന്നുണ്ടാവുന്നതിനെ ഭവിഷ്യത്തിനെ പറ്റി ഇതിനെ എടുത്ത് കളഞ്ഞോ, ക്യാൻസർ വരില്ല എന്ന് പറഞ്ഞ് എൻ്റർടൈൻ ചെയ്യിക്കുവാണ് ഓരോ ഹോസ്പിറ്റലും. പൈസ വെറുതെ അങ്ങ് കിട്ടുമല്ലേ. അതെ,
ഭയങ്കര കച്ചവടമാണ്. അയ്യോ ആണോന്ന്. അല്ല അത് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഇപ്പം ചേച്ചി പറഞ്ഞില്ല, ഇപ്പം ചേച്ചി പറഞ്ഞില്ല ഇപ്പം 90% കമൻസും അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഈ ആൾക്കാർ നേരിട്ട് കണ്ടപ്പോൾ എന്തായിരിക്കും പറഞ്ഞത്? എത്രയോ പേര് പറഞ്ഞു എൻ്റെ മോളെ അറിഞ്ഞില്ല, എൻ്റെ അമ്മച്ചിനെ ഇന്ന് തന്നെ കൊണ്ടുവന്ന് കാണിക്കണം, വീട്ടിലെ അമ്മയ്ക്ക് ഇതായിരിക്കും, അമ്മയ്ക്ക് ഇതിൻ്റെ ആയിരിക്കോ എന്നൊക്കെ പറയും. അത് അത്രേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഒരു എന്താണ് സൊസൈറ്റിയുടെ ശ്രദ്ധ കിട്ടാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല, ഇങ്ങനൊരു ഇഷ്യൂ ഇതിനുണ്ടെന്ന് പറഞ്ഞതാ. ഇപ്പം ഇതുപോലെ തന്നെ പല ഇപ്പം ചേച്ചി പറഞ്ഞില്ലേ കമൻസിനെ കുറിച്ച്, അപ്പം നല്ല കമൻസിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മറ്റേ അങ്ങനത്തെ കമൻസുകളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചേച്ചി അതിന് ഇപ്പം മാനസികമായിട്ട്? കാരണം ഇപ്പം ഇത്രയും വർഷം നിന്നു, ചിലപ്പോൾ ആദ്യത്തെ പോലെ ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഞാൻ എല്ലാത്തിനും നിന്ന് റിപ്ലൈ അയക്കുമായിരുന്നു ആദ്യത്തെ കാലത്ത്. സങ്കടം വരും, ഇതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ അതിനെ ശ്രദ്ധിക്കാറേ ഇല്ല. ശ്രദ്ധിക്കാറേ ഇല്ല. ഇനി നെഗറ്റീവ് കമന്റ്സ് കണ്ടില്ലേ ഇതെന്താ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഈശ്വരാ എന്താ പറ്റിയേ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഇപ്പം കൈരളിയുടെ തന്നെ പണ്ടൊരു പ്രോഗ്രാമിൽ വന്നിട്ട് നല്ലതായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പാട്ട് എന്നൊരു മേഖലയിലോട്ട് വീണ്ടും കൂടുതൽ ശ്രദ്ധിക്കാതെ? ഞാനതങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ പപ്പയൊക്കെ ഇച്ചിരി പാടും, പപ്പ പാടും, പപ്പയുടെ അമ്മയൊക്കെ പാടുവായിരുന്നു. അതിന്റെ എനിക്ക് വേണ്ടി പാടിത്തരും. ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ആദ്യമേ പാടിക്കണം എന്ന് വിചാരിച്ചാണ്. മറ്റേ ക്ലിപ്പ് കാണണോ ഞങ്ങളുടെ അവിടുത്തെ? അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി, വരികളാൽ മെടഞ്ഞിട്ട ചുരുൾമുടി കാൺകേൻ അരിമുല്ല പൂക്കുകയായി, എൻ്റെ അരിമുല്ല പൂക്കുകയായി, ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. അത്ര രസമായിട്ടാണ് പാടുന്നത്. പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും പാടിക്കൊണ്ട് നടക്കുക. അതെന്താ അറിയോ, പണ്ട് ഞങ്ങക്ക് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ 10th പഠിക്കുമ്പോഴോ മറ്റാണ് വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. അപ്പോഴും TV കിട്ടിയിട്ടില്ലേ, കറണ്ട് കിട്ടുന്നത്. അപ്പോ അതിനു മുമ്പ് വരെ റേഡിയോ ആണ് ഞങ്ങൾക്കുള്ള വിനോദോപാധി. റേഡിയോ ആണ്. റേഡിയോയിൽ രഞ്ജനി, ചലച്ചിത്ര ഗാനങ്ങൾ, നാടകം, ചലച്ചിത്രരേഖ. അപ്പൊ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കുമല്ലോ. ഒരു സ്റ്റേഷൻ കഴിയുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ രഞ്ജിനി തുടങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ട് 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 അത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനോടുള്ള ഒരു ഇഷ്ടം വന്നാൽ വല്ലപ്പോഴും അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ചെയ്യുന്ന സമയത്തിന് ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പ്ലേ ചെയ്യാനുള്ള സൗകര്യം ഇല്ലല്ലോ. അപ്പം അത് കൊതിയോടെ കേൾക്കും. അന്നേരം എന്നിട്ട് ലിറിക്സ് ഒക്കെ എഴുതിയെടുക്കും. പാടാണ് കുറച്ച്. അപ്പൊ അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇപ്പം ജീവിതത്തിലെ പല തീരുമാനങ്ങളും പല പല ഘട്ടത്തിലും നമുക്ക് പലരെയും ഒഴിവാക്കണം. അങ്ങനത്തെ ഒക്കെ തീരുമാനങ്ങൾ ചേച്ചിയുടെ മാത്രമായിരിക്കും ജീവിതത്തിൽ? എല്ലാ തീരുമാനം ആരെയും ഡിപ്പെൻഡ് ചെയ്യും? ഇല്ല. അങ്ങനെ ഒരാളെ ഒന്നും അങ്ങനെ ഞാൻ അത്ര പെട്ടെന്നൊന്നും ഒഴിവാക്കൂല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പിന്നീടൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആ തലത്തിലോട്ടൊക്കെ കടക്കുള്ളൂ. അതൊക്കെ എൻ്റെ മാത്രം ഡിസിഷനാണ്. കാരണം ജീവിതാനുഭവങ്ങൾ നമ്മുടേതാണ്. പിന്നെ അത് എന്താ ഒരു ചൊല്ലുണ്ട്, കൂടെ കിടക്കണവനെ രാപ്പനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അത് എൻ്റെ മാത്രം അനുഭവം, എൻ്റെ മാത്രം സങ്കടമാണ്. അതെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കൽപ്പന ചേച്ചിയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രയാസം കോമഡി ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി സിറ്റ്കോം പോലത്തെ ഒരുപാട് സീരിയലുകൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ചോദിക്കണം, അങ്ങനെ തന്നെയാണോ? ആണല്ലേ. കോമഡി ചെയ്യാൻ പാടാ. എന്നെ സംബന്ധിച്ച് ഈ സങ്കട സീൻ ചെയ്യാൻ ഒരു പാടില്ല. കാരണം എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ഇച്ചിരി സങ്കടമുള്ള വായിച്ചാലേ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വന്നു. എനിക്ക് ഗ്ലിസറിൻ ഇട്ടാ വരൂല എനിക്ക് കണ്ണിൽ.
ഒന്ന് ആലോചിച്ചപ്പോ ഇങ്ങനത്തെ ഒരു കണ്ണായത് ഭാഗ്യം, ഗ്ലിസറിന് വിട്ട കണ്ണീര് വരില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ കരയുമായിരുന്നു. പെട്ടെന്ന് ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കാണ്, ഞാൻ പെട്ടെന്ന് കരയും. എനിക്ക് ഒരു സീനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് കണ്ണ് കാണാൻ പറ്റാതെ ഇരുന്ന് വായിക്കണേ ഞാൻ, അങ്ങനെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ കോമഡി അഭിനയിക്കാൻ ഭയങ്കര പാടാണ്. ടൈമിങ് അല്ലേ? ടൈമിങ് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ചിരിക്കണ്ടേ, ചിരിച്ചില്ലെങ്കിൽ പാളിപ്പോയില്ലേ, എല്ലാം പാളറ പതിവ്, എല്ലാം പാളറ പതിവ്. ആ ഞാൻ ഇങ്ങനെ ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടേ, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ച് 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 ചാകും. അത്ര രസമാ കഥ കേൾക്കാൻ. ഈ കഥയോടുള്ള ആരാധന മൂത്രം ഞാൻ വേറൊരാളോട് പറയുമ്പോഴുണ്ടല്ലോ, എന്നിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം ഞങ്ങൾക്ക് ദൈവമേ അത് ഞാൻ പറഞ്ഞ് നശിപ്പിച്ചല്ലോ എന്ന് വിചാരിക്കും. അത്ര പാടാണിത് പറഞ്ഞ് ഫലിപ്പിക്കാനും ആളുകളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ടൈമിങ് മാത്രമല്ല, ഇതിൻ്റെ ഒരു മോഡുലേഷൻ, ആളുകൾക്ക് ചിരി വരുത്താൻ ഭയങ്കര പാടാണ്. നമ്മൾ തന്നെ ചിരിക്കും, പക്ഷെ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് വല്ലപ്പോഴും അല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വയറ് കൊളുത്തിപ്പിടിച്ച് ആ ചിരിയാണ് ചിരി അല്ലേ? ഇതൊക്കെ നമ്മള് എന്തോ ആക്ഷനാണ്, അല്ലാതെ ഇത് ചിരിയല്ല. അങ്ങനെ ചിരിപ്പിക്കണമെങ്കിൽ അത് ഭയങ്കര പാടാ, അത് അങ്ങനെ ഇങ്ങനെയൊന്നും വരില്ല. അതുപോലെ ഇത്രയും സീരിയലുകളിൽ അഭിനയിക്കുന്നു, 2 സംസ്ഥാന അവാർഡ് നേടുന്നു. ഇപ്പം സീരിയലുകളെ കുറിച്ച് പരക്കെ ഒരു ആക്ഷേപം വരുന്നുണ്ട്. ഇപ്പൊ കുടുംബ ജീവിതത്തില് അങ്ങനെ ഇപ്പൊ സീരിയലിൽ അഭിനയിച്ചവർ തന്നെ അതിനെ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ കേൾക്കുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ പ്രേക്ഷകൻ എന്താണോ വേണ്ടത് അതാണ് കൊടുക്കുന്നത്. ഇതിങ്ങനൊരു ചെയിനാണെന്നേ, ഇതിന്ന് ആരും മാറൂല. ഇപ്പം അഭിനയിക്കുന്നവർക്ക് തന്നെ അറിയാം സാരി പിൻ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങൂല എന്ന്. നമുക്കും വിഷമമാണ്. ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പറയും സാരി പിൻ ചെയ്യണോ, ഇത്രയും കളർഫുൾ ആയിട്ടുള്ളത് വേണോ. നമ്മൾ പൊട്ടന്മാരല്ലല്ലോ, നമുക്കറിയാം. പക്ഷേ ചാനൽ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ചാനലിനോട് ഇത് ആവശ്യപ്പെടുന്നത് ആരാണ്? പ്രേക്ഷകരാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സീരിയലുകൾ എന്തുകൊണ്ടാണ് റേറ്റിംഗിൽ വരാത്തത്? അങ്ങനെയുള്ള എത്രയോ സീരിയലുകൾ വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾ അത് കണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ ടൈമിംഗ് നോക്കിയിരുന്നൊന്നും ആരും കാണുന്നില്ല അങ്ങനെയുള്ള സീരിയലുകൾ. അപ്പം ഇത് ബേസിക്കലി എവിടെ നിന്നാണ് വരുന്നത്? എന്നാൽ ഈ ആളുകളോട് ചോദിച്ചാൽ പറയോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പിൻ ചെയ്ത് കൊടുക്കും. അപ്പം ഇത് ആരാണ് ഇത് ആവശ്യപ്പെടുന്നത്? അതെ, ഇതിങ്ങനെ ഒരു സർക്കിളാ. ഇത് ശരിയല്ല എന്നുള്ളത് ഈ കാണുന്ന ആളുകൾക്കും അറിയാം, ഇതുണ്ടാക്കുന്ന ആളുകൾക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഇത് എവിടെന്നോ ഇതിനൊരു ആവശ്യം വരുന്നുണ്ട്. ഇത് ഇങ്ങനെയുള്ളതേ സക്സസ് ആവുന്നുള്ളൂ. അപ്പൊ പിന്നെ ഇതല്ലാതെ ചെയ്യാതെ എന്താ നിവൃത്തിയുള്ളത്? പിന്നെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. അവിടെ ഒരുപാട് പേരുടെ ഒരു അധ്വാനമാണിത്. എത്രയോ പേരുടെ അന്നമാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് എനിക്കതിനെ വലിയൊരു തെറ്റായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. അതിലും അപകടകരമായ മറ്റു പല സാധനങ്ങളും ഇപ്പം ഇവിടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സീരിയൽ കണ്ട. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതിലും അപകടകരമായ കാര്യങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നടക്കുന്നുണ്ട്. ശിഥിലാവണമെങ്കിൽ അവിടെ നിന്നൊക്കെ അങ്ങ് ശിഥിലമായിക്കോളും. ദിവസത്തിൽ 1/2 മണിക്കൂർ കാണിക്കുന്ന ഈ സീരിയലിൽ നിന്ന് എന്തായാലും ശിഥിലമായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1/2 മണിക്കൂറേ ഉള്ളൂ. ഈ ഫോൺ എന്ന് പറയുന്നത് അതിന് ഫുൾ ടൈം നമ്മുടെ കയ്യിലിരിക്കുവാണ്. നമുക്ക് ഇതല്ലാതെ വേറെ എന്താ പണി? ഈ ഞോണ്ടലല്ലാതെ. അവിടെ ശിഥിലാവാത്തത് ഈ 1/2 മണിക്കൂർ കണ്ട് എന്ത് ശിഥിലാവാനാണ്? ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞങ്ങൾ തമാശയ്ക്കൊക്കെ ഞങ്ങളുടെ സാറ് പറയും, ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും വായിച്ചിട്ട് നന്നാവാത്ത മനുഷ്യനെ ഇനി നമ്മൾ സീരിയൽ ചെയ്ത് നന്നാക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. സത്യമാണ്. അതെ. പക്ഷേ എല്ലാ കലാരൂപങ്ങൾക്കും, സിനിമയ്ക്കും സീരിയലിനും സോഷ്യലി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതില്ല എന്ന് പറയില്ല, അതുണ്ട്. നമ്മളുടെ ആശയങ്ങൾ നല്ലതായിരിക്കണം. ഇപ്പോൾ ഇതിനകത്ത് വില്ലനിസം കാണിക്കുമ്പോഴും ഒരു നല്ല കഥാപാത്രം പറയുന്നുണ്ടാവും ഇത് ശരിയല്ല, ഈ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു നല്ല കഥാപാത്രത്തെ അവിടെ ഇട്ടിട്ടായിരിക്കും ഈ പറയുന്ന നെഗറ്റീവ്സ് എല്ലാം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോ ഒരു വില്ലൻ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു നായകൻ ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലല്ലോ ഒരു കഥയും. അല്ലേ? ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസിറ്റീവ് കഥാപാത്രം അവിടെ ഉണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അത് അവസാനിക്കുള്ളൂ. അല്ലേ? എൻഡ് ഓഫ് ദ സ്റ്റോറി
നന്മ തന്നെയാണ് സക്സസ് ആവുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അതെ, അതുകൊണ്ട് എൻ്റെ അന്നത്തെ തള്ളി പറയാൻ ഞാൻ തയ്യാറല്ല. ഇവ ദൈവം മഞ്ജു പത്രോസ് എന്ന അഭിനേത്രിക്ക് വീണ്ടും രണ്ടാമതും അവസരം തന്ന് കൊണ്ടുവരികയായിരുന്നു അല്ലേ? അപ്പം അങ്ങനെയുള്ള മഞ്ജു പത്രോസിന് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു റോൾ അല്ലെങ്കിൽ കാരണം നർത്തകിയുമായിരുന്നല്ലോ, പാട്ടുകാരിയുമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞ ഇല്ല. എനിക്ക് എന്ത് വരുന്നോ അത് നന്നായിട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകണം, അത്രയേ ഉള്ളൂ. അല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണം, ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഇങ്ങനെ മതിലും ചാരി നിൽക്കാനുള്ള കഥാപാത്രങ്ങൾ ആവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താണെങ്കിലും ഞാൻ ഓക്കെയാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യം ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആളുടെ കൂടെ ഞാൻ ഇത്രയും നേരം ഒരു നടിയായിട്ടൊന്നുമല്ല, വളരെ അടുത്ത് പരിചയമുള്ള ഒരാളായിട്ട്, അത്രയും ജെന്യുവിനായിട്ടുള്ള ഒരാളായിട്ട് എന്നോട് സംസാരിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാരണം അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നെന്ന് എനിക്കറിയാം. അത്രയും അടുപ്പമുള്ള ഒരാൾ എന്നോട് സംസാരിച്ചൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്നും ഇതുപോലെ തന്നെ ജെന്യുവിനായിട്ട് തുടരുക. ഇത്രയും നല്ല മകളായി അപ്പനും അമ്മയ്ക്കും എന്നും ഉണ്ടാകട്ടെ. ഇത്രയും നല്ല സുഹൃത്തായിട്ട് മറ്റുള്ളവർക്കുണ്ടാകട്ടെ. ബെർണാച്ചൻ്റെ നല്ല അമ്മയാവട്ടെ. അതെല്ലാം ഇപ്പോഴും ഉള്ളതാണ്. ഇതെല്ലാം തുടരുക മഞ്ജേച്ചി. വീണ്ടും നമുക്ക് കണ്ടുകൂട്ടാം. ഒരുപാട് സന്തോഷം. ഇനിയും നിറയെ അവാർഡുകളും നിറയെ കഥാപാത്രങ്ങളും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതുപോലെ തന്നെ തിരിച്ച് ഞാൻ നന്ദി പറയുവാണ്. ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂവും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നും പഠിക്കാതെ വന്ന് വേറൊരാളുടെ ഇൻ്റർവ്യൂ ആണ് ഇതിന് മുമ്പായിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഇതേപോലെ ചോദിച്ച് പഴകിയ ചോദ്യങ്ങൾ നമ്മളെക്കുറിച്ച് ഒന്നും നോക്കാതെയൊക്കെ വന്നിട്ടാണ് മിക്കവാറും. പിന്നെ നമ്മുടെ ഇമോഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് തീർക്കാനുള്ളൊരു സ്പേസ് തരാത്ത പോലെയൊക്കെ തോന്നും. അങ്ങനെ വയ്യാത്തതുകൊണ്ട് ഞാൻ പോവാറേയില്ല, ഒരു ഇൻ്റർവ്യൂവും ചെയ്യാറില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം. അതാണ് എക്സ്പീരിയൻസ്. അതാണ് എനിക്ക് ഞാൻ വിഷമിക്കുമ്പോൾ കൂടിയിരുന്ന് വിഷമിക്കണം ഞാൻ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാത്ത എന്താണെന്നറിയാമോ, അതങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അതിനെ ചെറുതാക്കിയ പോലെ എനിക്ക് ഒരാളോട് താങ്ക്സ് ഒക്കെ പറയാൻ ഇച്ചിരി പാടാ. അത് ഭയങ്കര ഫോർമാലിറ്റി ആയി പോകുമ്പോൾ എനിക്ക് അവരോടുള്ള സ്നേഹം മതി എന്ന് ചിന്തിക്കും. ഞാൻ പലപ്പോഴും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നെ അത്രയും ഏറ്റിട്ടില്ല എന്നാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിൽ ഞാൻ പറയാറില്ല. സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. അതുപോലെ തന്നെ സന്തോഷം. ഒരുപാട് സന്തോഷം എനിക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.